guys, welcome back to നമ്മളിപ്പം ഒരു ഗെറ്റ് ടുഗദർ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും 3 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കറിയില്ല എവിടെയാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ നമുക്ക് പോവാണ്. അപ്പം നമ്മൾ ക്രൗഡ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം കോവിഡിൻ്റെ മുമ്പ് എന്ന് വെച്ചാൽ 3 ഫാമിലി മാക്സിമം ഒരു കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യം, നല്ല എൻജോയ്മെൻ്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ കോവിഡ് വരുന്ന സമയത്ത് നമുക്ക് 3 ഫാമിലി സെപ്പറേറ്റ് കാറിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് ഇറ്റ്സ് വെരി ഡിപ്രസിങ്. യാ, അപ്പം 3 ഫാമിലിയുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉമ്മിൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാറിൽ. അപ്പോൾ തനിമയോടെ ഗ്ലാസ് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തനിമ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അമ്മയോടെ ടാറ്റ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു ഫാമിലി, നമ്മളൊരു ഫാമിലി, വേറൊരു ഫാമിലി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 3ാമത്തെ ഫാമിലിയാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ. എന്താ കൂപ്പ ഇവിടെ ഹായ് കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാമറ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഓക്കെ, ഇതാണ് 3ാമത്തെ ഫാമിലി. അപ്പം എൻ്റെ അങ്കിളിൻ്റെ ഫാമിലിയാണ് അവർ. ഹായ് 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 ഹായ്. കസിൻ സിസ്റ്ററുണ്ട്, ബേബി കസിൻ സിസ്റ്റർ. നടക്കണത്. അപ്പോൾ ഞങ്ങൾ ഗെറ്റ് ടുഗെദറിൽ ഞങ്ങൾ കുറേ ഗെയിംസ് കളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ റണ്ണിങ് റേസ് ചെയ്യാൻ പോണേ.
പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ പാർക്കിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഡിഫിക്കൽട്ടാണ്. ഈ പാർക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ഗബായത്ത് അൽ റഗായബ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. പാർക്കിലോട്ട് പോവാണ്. ഫുള്ള് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, എല്ലാവരും ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഈ ഒരു പാർക്ക് എന്ന് വെച്ചാൽ നല്ല ഡിഫറെൻ്റ് ആണ് ഫ്രം അതർ പാർക്സ്. ബിക്കോസ് ഈ പാർക്ക് ശരിക്കും ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് ഫുൾ സാൻഡ് ഡ്യൂൺസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നല്ലൊരു ബ്യൂട്ടിയാണ് കൊടുക്കുന്നത് പാർക്കിൻ്റെ. അപ്പോൾ ചില പാർക്ക് വെച്ചാൽ ഈ സാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ സാൻഡിലൊന്നും കളിക്കാനും പറ്റില്ല, അത് ഇച്ചിരി സാഡാണ്. പക്ഷേ ഈ ഒരു പാർക്ക് എന്ന് വെച്ചാൽ സാൻഡ് ഡ്യൂൺസൊക്കെ ഫുള്ളുണ്ട്. അപ്പോൾ നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളൊരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യണം ഈ പാർക്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്രൂർ ഇവിടെ ഡീപ്പ് സ്ലീപ്പിലാണ്. അപ്പം അമ്രൂർ നല്ല ക്ഷീണിച്ച് സൺഡേ ഹീറ്റ് കൊണ്ട് ക്ഷീണിച്ചിരിക്കും. വലിയൊരു സ്ലൈഡിൻ്റെ ബലൂൺ ഉണ്ടാക്കിയത് സ്ലൈഡ്, ഫെയർ സ്ലൈഡ് എന്നും പറയാം. അപ്പം നമുക്ക് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കുറേ ആൾക്കാരുണ്ട്. സ്ലൈഡിലൊക്കെ കയറുന്നുണ്ട്. കൊറോണ ആണെങ്കിലും സ്ലൈഡിൽ അവർ കയറുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇവിടെ ഒരു ഗോ കാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സാധനം അതാണ് ശരിക്കും ഇവിടെ ഓടിക്കാൻ പറ്റുന്നത്. ഒരെണ്ണം ഉള്ളത് ഇതിപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോഴും 1:00 ഉണ്ടാവും. ആ സമയത്തും ഇതിങ്ങനെ ഉണ്ടായിരുന്നു.
ഇവിടെ സ്ക്വാഡ് ബൈക്കാണ്. പക്ഷേ ഞാൻ ഇത് മിസ്സായി, ഇതെനിക്ക് മിസ്സായി. അതിൽ ഇതിനകത്ത് കയറിയത് സ്ക്വാഡ് ബൈക്ക് ഉണ്ട്. പക്ഷെ ചെറുതാണ്, പക്ഷെ എന്തായാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നു. ഇവിടെ എല്ലാ ആൾക്കാർക്കുള്ള സ്ക്വാഡ് ബൈക്ക് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇതെന്ന് വെച്ചാലും ഇത് ജസ്റ്റ് കുട്ടികളുടെയാണ്. ഇത് കുട്ടികളുടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുക. ഇതിപ്പോൾ ആദ്യം ഇപ്പം എൻ്റെ ബ്രദറിനൊക്കെ പറ്റിയതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ ഇങ്ങോട്ട് ഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇതാണ് ശരിക്കുള്ളത്. ഇതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് സൈക്കിൾ ഓടിക്കുന്നത്. ഇതിനകത്തൊക്കെ ഇതിന് 40 dirhams, ഇതിന് 40 dirhams, ഇതിന് 50 dirhams, ആ സൈക്കിളിന് 40 dirhams. അങ്ങനെയാണ്. നമുക്ക് പോവാം. ഇവിടെ കഫറ്റീരിയയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അതാണ് കഫറ്റീരിയ, അൽമദീന കഫറ്റീരിയ. കുഞ്ഞ കഫറ്റീരിയ, പക്ഷെ നല്ല ക്യൂട്ടാണ്. നമുക്ക് ഓക്കെ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ പാർക്കിൻ്റെ പേര്. നല്ല ഡിഫിക്കൽട്ടാണ് ഗബാത്ത് അൽ റഗായ പാർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ ലീവ് ചെയ്യാണ് ഈ പാർക്കിൽ. അപ്പോൾ അവർ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം